ഒരു ടിപ്പിക്കൽ സോംബി ഫിലിമാണ് കോളനി. ഒരു സോംബി ഹൊറർ ഫിലിം ഒന്നുമല്ല, പക്ഷെ ഒരു സോംബി ത്രില്ലർ ടൈപ്പ് ഓഫ് ഫിലിമായിട്ട് കണക്കാക്കാം. സ്ഥിരം കഥ തന്നെ. ഒരു സ്ഥലത്ത് ഒരു സോംബി ഇൻഫെക്ഷൻ വരുന്നു, അവിടുന്ന് കുറേ പേര് മരിക്കുന്നു, കുറേ പേര് സോംബിയായി മാറുന്നു, ആരെങ്കിലുമൊക്കെ രക്ഷപ്പെടുന്നു. അപ്പം അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഒരു പടം തന്നെ. ഇപ്പോൾ ഇൻസ്റ്റഡ് ഒരു സിറ്റി മൊത്തം ഒന്നുമില്ല ഇവിടെ മോസ്റ്റ്ലി ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ ഒരു കോൺഫറൻസ് നടക്കുന്നു. ആ കോൺഫറൻസിൽ ഒരു സോംബി വൈറസ് അറ്റാക്ക് ഉണ്ടാകുന്നതാണ് കഥ. ഇതിൽ മോസ്റ്റ്ലി സോംബി വൈറസ് എന്നുള്ളതിനേക്കാൾ ഒരു എന്താ പറയുക, ഒരു ബയോ വെപ്പൺ, ഒരു ബയോ ടെററിസം വെപ്പണായിട്ടാണ് ഒരു സോംബി വൈറസിനെ കണക്കാക്കുന്നത്. അപ്പം അങ്ങനെ അറ്റാക്ക് ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുന്നു എന്നൊക്കെയാണ് കഥ പറയുന്നത്. ഒരു 2 മണിക്കൂറൊക്കെയാണ് ഡ്യൂറേഷൻ ഉള്ളത് പടത്തിൻ്റെ. ഞാൻ 4DX ഈ പടം കണ്ടത്. അപ്പോൾ 4DX ആകുമ്പോൾ അത്യാവശ്യം ഇളക്കവും ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ, അപ്പോൾ അത് വെച്ചിട്ട് കണ്ടതാണ്. മൊത്തത്തിൽ പടം ഒരു ത്രില്ലർ ജോണർ ആയതുകൊണ്ട് തന്നെ ചില സീൻസൊക്കെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അപ്പോൾ അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റിയ രീതി തന്നെ എൻഗേജിങ് ആയിട്ട് തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത്. പക്ഷേ ഈ പടത്തിൻ്റെ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത് ഇതിൻ്റെ കുറേയൊക്കെ പ്രെഡിക്റ്റബിലിറ്റിയാണ്. കുറേ കാര്യങ്ങൾ ഭയങ്കര പ്രെഡിക്റ്റബിൾ ആണ്. ഇപ്പോൾ നമ്മളൊരു സോംബി ഫിലിം കാണുമ്പോൾ, ഇതുവരെ ഒരുപാട് സോംബി ഫിലിം ഇറങ്ങിയിട്ടുണ്ട്, അതൊക്കെ കണ്ടിട്ട് നമുക്കുള്ളൊരു അനുമാനങ്ങൾ ഉണ്ടാവുമല്ലോ. ഏകദേശം അതുപോലെയൊക്കെ തന്നെയാണ് ഈ പടത്തിന് പോകുന്നത്. പിന്നെ സ്ഥിരം കൊറിയൻ ഡ്രാമ, അങ്ങനത്തെ ഡ്രാമ ചെറിയ രീതിയിൽ ഈ പടത്തിൽ വന്നിട്ടുണ്ട്. അതൊക്കെ മാറ്റി നിർത്തിയാൽ പോലും അത്യാവശ്യം എൻഗേജിങ് ആയിട്ട് കണ്ടിരിക്കാൻ പറ്റിയൊരു മൂവി ആയിട്ടാണ് കോളനി എനിക്ക് തോന്നിയത്. ഇപ്പം ഇതിൽ കുറച്ച് ഇന്നോവേറ്റീവായിട്ട് കുറച്ച് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ സ്പെസിഫിക്കലി പറയാനാണെങ്കിൽ ഇപ്പോൾ സോംബീസ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതി, പിന്നെ അങ്ങനെ ഒരു വെപ്പണായിട്ട് സോംബീസിനെ യൂസ് ചെയ്യുന്ന രീതി, അങ്ങനെയൊക്കെയാണ് ഈ പടത്തിൽ കാണിച്ചിട്ടുള്ളത്. മറിച്ചൊരു അൺകൺട്രോളബിൾ ആയിട്ടുള്ള ഒരു സോംബി അറ്റാക്കിനേക്കാൾ അങ്ങനത്തെ ആ ഒരു രീതിയിലുള്ളൊരു വെപ്പണൈസ് ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ് ഇതിൽ കാണിക്കുന്നത്. സോ അങ്ങനത്തെ കാര്യങ്ങൾ കുറച്ച് പുതുമ അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഇപ്പം അതിൻ്റെ എക്സിക്യൂഷനിലാണെങ്കിലും സ്റ്റോറി ലൈനിലാണെങ്കിലും അത്യാവശ്യം പ്രഡിക്റ്റബിലിറ്റി വന്ന ഫിലിമായിരുന്നു. ഒരു ചുമ്മാ ഒരു 1 ടൈം വാച്ച് എന്നുള്ള രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റിയ ഫിലിമാണ്. അതിനപ്പുറത്തേക്ക് ഒന്നും എടുത്ത് പറയത്തക്കതായിട്ട് ഇല്ലാത്ത ഫിലിമാണ്. സോ മൈ റേറ്റിംഗ് വിൽ ബി 3 out of 5. കണ്ടു നോക്കുക. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടേക്കാം. ഇറ്റ്സ് എ പാസിബിൾ വാച്ചബിൾ ഫിലിം.